ഹായ് ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അമ്മ പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ്. അമ്മ പോകുന്നതിന് മുന്നേ ഇവളുമായിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ നേരം പരപരാ വെളുക്കുന്നതിന് മുന്നേ എണീറ്റിരുന്ന് പാൽ കൊടുക്കുന്ന സീനാണ് ഈ കാണുന്നത്. പാൽ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അവളൊരു കളിയൊക്കെ അങ്ങോട്ട് പാസ്സാക്കി. അപ്പം ഞാൻ ഇങ്ങനെ കാവലിരിക്കുമല്ലോ. അവളുടെ ഉറക്കം ഊണുമൊക്കെ കറക്റ്റ് നടക്കും, നമ്മൾ ഉറക്കമുളച്ചിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് കിടത്തി ഉറക്കി. പിന്നെ അടുത്ത തവണ ഉണന്നു, പാൽ കൊടുത്തു. അവൾ പിന്നെയും കുറച്ച് നേരം കിടന്ന് കളിച്ചു, പിന്നെയും ഉറങ്ങി, പിന്നെ എണീറ്റു. അങ്ങനെ ഇത് രാത്രിയിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെയും കിടന്ന് പാൽ കുടിച്ചിട്ട് മത്തടിച്ച് കിടന്നുറങ്ങും. പിന്നെ നമ്മൾ താത്ത അങ്ങോട്ട് വയ്ക്കും പോകേണ്ടി വരും. അങ്ങനെയൊക്കെ അവസാനം ഞാൻ പിന്നെ അങ്ങ് എണീറ്റു. അപ്പോഴത്തേനും 6 മണി 7 മണിയൊക്കെ ആയി സമയം. അമ്മയുള്ളതുകൊണ്ട് നമുക്ക് ആ സമയത്തൊക്കെ എണീറ്റാൽ മതി. അമ്മ കാര്യങ്ങളൊക്കെ നോക്കി തരുമായിരുന്നല്ലോ. പിന്നെ ഇങ്ങനെ പാലൊക്കെ കൊടുത്തിട്ട് ബർപ്പ് ചെയ്യാൻ ഞാൻ തോളിലിടുമായിരുന്നു. അങ്ങനെ തോളിലിടുമ്പോൾ ഇവൾ കാണുന്നത് ഈ വിൻഡോയിൽ കൂടെ പുറത്തൂടെ വണ്ടി പോകുന്നതാണ്. മെയിൻ റോഡാണ് പുറത്ത്. അത് കണ്ട് അവൾക്ക് അതങ്ങ് ഇഷ്ടമായി. വണ്ടി പോകുന്ന കാണുന്നു. ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും എടുത്ത് വണ്ടി കാണിച്ചാൽ മതി, അവളത് കണ്ടുകൊണ്ട് അവിടെ ഇരുന്നോളും. ഇപ്പോഴും എൻ്റെ അടുത്ത് കിടന്ന് കളിക്കുന്നുണ്ട്. ആ ഒച്ചയായിരിക്കും നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. പിന്നെ ഫോണിലൊക്കെ നോക്കി. ഇവരെ ഫോണിൽ നോക്കാനൊന്നും പഠിപ്പിക്കണ്ട കേട്ടോ. ദേ ആർ ബോൺ വിത്ത് ദാറ്റ് ടാലൻറ്റ്. പിന്നെ ഞാൻ ഒന്നൊക്കെ എണീറ്റ് മുഖമൊക്കെ ഒന്ന് കഴുകി, എന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടെ താഴോട്ട് പോയി. അതിന് മുമ്പ് നമ്മൾ കണ്ടില്ലേ എണീറ്റ് ബെഡൊക്കെ എന്തിരലമ്പാണെന്ന്. എന്നിട്ട് ഞാൻ തലയൊക്കെ ഒന്ന് ചീകി കെട്ടി. സാധാരണ ചിലപ്പോൾ ഞാൻ മുടി ചീകി കെട്ടും, ചിലപ്പോൾ കെട്ടില്ല. മുടി കെട്ടാണ്ട് താഴെ ചെല്ലുമ്പോൾ അമ്മ എന്നെ ഓടിക്കും, വൃത്തിക്കും മെനയ്ക്കും നടക്കുന്നൊക്കെ പറയും. അങ്ങനെ ഞാനിപ്പോൾ ബണ്ണാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുടിയൊക്കെ അമ്മ കെട്ടൊക്കെ കെട്ടി ജസ്റ്റ് ഒരു ട്രാൻസിഷൻ ബെഡ് റെഡിയാക്കുന്നതിൻ്റെ. അങ്ങനെ ബെഡൊക്കെ വിരിച്ചിട്ടിട്ട് ഞാൻ ബേബിയും കൊണ്ട് താഴെ പോയി. ഇവിടെ കിടന്ന് വണ്ടി വിട്ട് കളിക്കുക കേട്ടോ. ആ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുമായിരിക്കും നിങ്ങൾക്ക്. അങ്ങനെ താഴെ ചെന്നപ്പോഴത്തേക്കിനും അമ്മ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് പൂരി ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പൂരി ഞങ്ങളവിടെ ഒരു റോന്തൊക്കെ ചുറ്റി. അപ്പോഴത്തേക്കിനും എൻ്റെ ഏട്ടായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. പുള്ളി സ്വീറ്റ്നറാണ് ചായയിലിട്ട് കുടിക്കുന്നത്. ഷുഗർ ഒഴികെ ബാക്കി എല്ലാ ഷുഗറും പുള്ളി കഴിക്കും. ഷുഗർ ഫ്രീ ഡയറ്റാണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പുറത്തൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു, തണുപ്പൊക്കെ ഇച്ചിരി കൊണ്ടു. അത് കഴിഞ്ഞ് അവളെ കൊണ്ട് പ്ലേ മാറ്റി കിടത്തിയിട്ട് ഞാൻ ബ്രഷ് ചെയ്യാൻ പോയി. അപ്പോഴത്തേനും അമ്മയ്ക്ക് നല്ല പണിയായിരുന്നു കേട്ടോ. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവളുടെ അടിക്കാൻ വന്നിരിക്കും. ഞാൻ അപ്പോൾ പോയിട്ട് ബ്രഷൊക്കെ ചെയ്ത് മോർണിംഗ് റൊട്ടീനൊക്കെ കഴിഞ്ഞിട്ട് താഴെ പോയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അമ്മ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് നല്ല സുഖമായിരുന്നു. എല്ലാ അടുക്കളപ്പണി അമ്മ എങ്ങനെ ചെയ്യുമായിരുന്നു. എനിക്ക് കൊച്ചിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു. അമ്മ പോയപ്പോൾ നമ്മൾ രണ്ടും കൂടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ടിനും പണിയായി. അങ്ങനെ പൂരിയും കിഴങ്ങേറിയായിരുന്നു. ഞാൻ 2-3 പൂരി കിഴങ്ങേറിയും തിന്നു. ഞാൻ നല്ല തീറ്റയായിരുന്നു ഗൈസ്. അതുകൊണ്ട് നന്നായിട്ട് വെയിറ്റ് കൂടിയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നന്നായിട്ട് തിന്നാൻ പറ്റത്തില്ല, കാരണം വെയിറ്റ് കുറയ്ക്കണമല്ലോ. അതുകൊണ്ട് നേരത്തെ 4-5 പൂരി തിന്ന സ്ഥാനത്ത് ഇപ്പോൾ 2-3 പൂരിയാക്കി. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്നുകൂടെ കുറച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ 2 എണ്ണമൊക്കെ കഴിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ അമ്മ അവിടെ ഇരുന്ന് ഫോണിൽ ഇങ്ങനെ ന്യൂസൊക്കെ കേൾക്കും. ആ കൂട്ടത്തിൽ അവളെയും കളിപ്പിക്കും. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അവളൊന്ന് ഉറങ്ങി. ഞാനും പോയി ഒന്ന് കിടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ട് ദേ കണ്ടു, അവളെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുകയാണ് ഞാൻ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു സേഫ് ലാൻഡിംഗ് ആണ്. എനിക്കറിയായിരുന്നു അവൾ തിരിഞ്ഞു വരുമെന്ന്. ചിലപ്പോൾ താഴെ തലയിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ കൈ വെച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു തലയിടിക്കാതിരിക്കാൻ. അങ്ങനെ അവളുടെ വർക്കൗട്ട് സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവളെ കുളിപ്പിക്കാൻ പോയി. ഒരു 56 ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവളെ കുളിപ്പിച്ച് തുടങ്ങിയായിരുന്നു കേട്ടോ. തന്നെ അതിന് മുമ്പൊക്കെ അമ്മയായിരുന്നു കുളിപ്പിക്കുന്നത്. കാരണം അമ്മ പോയി കഴിഞ്ഞാലും എനിക്കൊരു കോൺഫിഡൻസ് വേണമല്ലോ അവളെ കുളിപ്പിക്കാൻ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വയറൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര
എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് അമ്മ ബാക്കി കുളിപ്പിച്ച ദിവസങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. പിന്നീട് അത് ഓക്കെ ആയി, ഞാൻ പോലും അറിയാതെ അതെങ്ങനെയൊക്കെ ഓക്കെ ആയി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ഡ്രസ്സിങ്ങും ഒക്കെ ചെയ്ത് കുട്ടപ്പിയാക്കി ഞാൻ അവളെ. കണ്ടില്ലേ കിടക്കുന്നത്. ഇനിയിപ്പോൾ ഒരു കരച്ചിലുണ്ട്. ആദ്യം കുറച്ച് കുളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കരമായിട്ട് സന്തോഷമാണ് കുളിച്ച് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേനും ഭയങ്കര കരച്ചിലായിരിക്കും. അങ്ങനെ ആ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ജയ്ഷാൻറ്റി വന്നു. കണ്ടില്ലേ കവിയൂർപ്പുന്നമ്മയെ പോലെ പൊട്ടൊക്കെ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ കാണാണ്ട് അമ്മ കണ്ണെഴുതുന്നതാണ് ഇത്. കണ്ണെഴുതി പിരിയൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ജയ്ഷ വന്ന് അവളെ കാണാൻ വേണ്ടി, അമ്മ പോവായിരുന്നല്ലോ, അപ്പോൾ അമ്മേനെയും കണ്ട് അവളെയും കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ കുറേ നേരം ജയ്ഷാൻറ്റിയുടെ ഒക്കെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൈ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കുട്ടികൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്യുമായിരുന്നു കുറേ നേരം. സുന്ദരി പെണ്ണെ, തപ്പ് കൊട്ടരി തകില് കൊട്ടരി കുഞ്ഞി പെണ്ണേ, തപ്പ് കൊട്ടരി അമഞ്ഞ കുഞ്ഞി കാലുള്ള ചക്കിപ്പൂച്ചിക്ക് ചക്കര തിന്നാനുള്ളിൽ മോഹമുദിച്ചല്ലോ. അങ്ങനെ അവൾ ജയ്ഷാൻറ്റിയുടെ പാട്ടൊക്കെ ആസ്വദിച്ചിരുന്നു. അങ്ങനെ ആ ദിവസം കടന്നുപോയി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യൂ. വിൽ ബാക്ക് വിത്ത് അനദർ വീഡിയോ. ബൈ.